Hi students, good morning. Today I discussing about chapter 12 atoms. ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ബേസിക് പോസ്റ്റേഴ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിൻ്റെ ബേസിക് പോസ്റ്റേഴ്സ് ആണ് പറയേണ്ടത്. ബോർ ആറ്റം മോഡലിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാം നോക്കാം. ഇത് ഒരു ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യാം. ആ ഹൈഡ്രജൻ ആറ്റത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ ഒന്നുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ പ്രോട്ടോണ് ന്യൂക്ലിയസിലും ഇലക്ട്രോണ് പുറത്തുമാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ ചാർജ് ഇ എന്നാണ്, സ്മോൾ ഇ. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? സ്മോൾ ഇ തന്നെയാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് സ്മോൾ ഇ, ഇലക്ട്രോണിൻ്റെ ചാർജ് സ്മോൾ ഇ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ആദ്യം കൺസിഡർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം അല്ലേ? നമ്മളിൽ ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോസ്റ്റേഴ്സ് എന്താണ് പറയുക? എവരി ആറ്റം കൺസിസ്റ്റ് ന്യൂക്ലിയസ്. എവരി ആറ്റം കൺസിസ്റ്റ് ന്യൂക്ലിയസ് അല്ലേ? എല്ലാ ആറ്റത്തിനും ന്യൂക്ലിയസ് ഉണ്ടാവും. സെൻട്രൽ കോർ ഓഫ് ദി ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ സെൻട്രൽ കോറിന് പറയുന്ന പേരാണെന്ന് ന്യൂക്ലിയസ്. ഇൻ വിച്ച് entire positive charge and entire mass of the atom are concentrated. ഇതിൽ ആറ്റത്തിൻ്റെ എല്ലാ മാസുകളും എല്ലാ പോസിറ്റീവ് ചാർജുകളുമാണ് കേന്ദ്രീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്ന പോയിന്റ് ഒന്നാണ്, എല്ലാ ആറ്റത്തിനും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സെൻറ്ററാണ്, സെൻട്രൽ കോറാണ്. ആ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിലെ എല്ലാ മാസുകളും കേന്ദ്രീകരിക്കുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയും രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ് അദ്ദേഹം. എന്താണ്? ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റിലാണ്, പർട്ടിക്കുലർ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പ്രത്യേക സഞ്ചാരപാതയിൽ കൂടിയാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നത് അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, അതുപോലെ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ ചാർജുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊളംബ്സിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? F is equal to 1/4πε0 Q²R² എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? F is equal to 1/4πε0 E²R². ഇവിടെ അവിടെ ക്യൂവിന് പോലെ ഇവിടെ ഇ ആണ്, E*E²/R². അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ ആകർഷിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ മൂവ് ചെയ്യുമ്പോൾ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ആകർഷിക്കും. ആ ആകർഷിക്കുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അങ്ങനെ ഈ ഇലക്ട്രോൺ ഇങ്ങനെ പർട്ടിക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണ് ന്യൂക്ലിയസിൻ്റെ സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് വഹിക്കും. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്താ പറയുക? F=mv²/r. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയും. ഫോഴ്സ് അട്രാക്ട് ടുവേഴ്സ് ദി സെൻറ്റർ ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പാത്ത് മാറാതെ ഇലക്ട്രോണ് പർട്ടിക്കുലർ ഓർബിറ്റ് പാത്ത് മാറാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് തുല്യമായിരിക്കും സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ കൂടി പറയുന്നത്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? എന്താ? F= mv² centripetal force. Then F = 1/4πε0 E²/R². Therefore രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് mv²/r = എന്താണ്? 1/4πε0 E²/R². ഇത് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇതെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി അവിടെ എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഫോഴ്സ് അട്രാക്ട് ടുവേഴ്സ് ദി സെൻട്രൽ. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ്
provided by the centripetal force required for one rotation is provided by the electrostatic force of attraction electrostatic force between proton and electron അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ മനസ്സിലാക്കണം, ഒരു റൊട്ടേഷൻ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഈക്വൽ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ വൺ റൊട്ടേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ അല്ലേ. അതാ ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന് തുല്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ കണ്ടീഷൻസ് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഫസ്റ്റ് തേർഡ് കണ്ടീഷൻ ഇത് തേർഡ് വൺ ആണ്. തേർഡ് വൺ. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണെന്ന് നോക്കുക. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഇൻ പർട്ടിക്കുലർ ഓർബിറ്റ്. അത് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് NH/2π. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ L=mv/r1. ഇതാണ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺ മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തും. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ആകെ മോഷനെയാണെന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ mv/r ആവും. ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്? NH/2π അല്ലേ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇവിടത്തേക്ക് ചുറ്റുമ്പോൾ അത് NH/2π തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ സെക്കൻഡ്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന് എനർജി കിട്ടിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അപ്പം നമ്മൾ നാലാമത്തെ കണ്ടീഷൻ എന്താ? mv/r = NH/2π. ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് NH/2π. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമത്തെ കണ്ടീഷനായി. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കണം. അല്ല, ഇപ്പം നമ്മൾ ഓർബിറ്റ് ഉണ്ട്. ഇങ്ങനെതാ ഇലക്ട്രോൺ നമ്മൾ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്. അപ്പോൾ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ ഓർബിറ്റ് അല്ലേ. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇങ്ങനെ ഉണ്ടാവും ഓർബിറ്റ് അല്ലേ. ഇങ്ങനെ ഓർബിറ്റ് ഇങ്ങനെ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല് എന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഹയർന്ന് ലോവറിലേക്ക് വരുമ്പോൾ റേഡിയേഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ്. അവിടെ റേഡിയേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. റേഡിയേഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ് ഫ്രം electron jumps from one orbit to another orbit. When electron jumps from one orbit to another orbit, and the radiation of energy takes place. ഒരു ഓർബിറ്റിൽ നിന്ന് ഈ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ തുള്ളുമ്പോൾ അവിടെ റേഡിയേഷൻ ഉണ്ടാകും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് when electron jumps from inner orbit എന്ന് പറഞ്ഞാൽ ഇത് ഇന്നർ ഓർബിറ്റിൽ നിന്ന് ഔട്ടർ ഓർബിറ്റിലേക്ക് പോകുന്നു വെച്ചോ. ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഇന്നർ ഓർബിറ്റ് ടു ഔട്ടർ ഓർബിറ്റ്. എനർജി ഈസ് അബ്സോർബ്ഡ്. ഇന്നർ ഓർബിറ്റിൽ നിന്ന് ഔട്ടർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എനർജി ഈസ് അബ്സോർബ്ഡ്. വെൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഔട്ടർ ഓർബിറ്റ് ടു ഇന്നർ ഓർബിറ്റ് എനർജി ഈസ് എമിറ്റഡ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഉള്ളിലെ ഓർബിറ്റിൽ നിന്ന് പുറത്ത് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ എനർജി എന്ത് ചെയ്യും? സ്വീകരിക്കും അല്ലേ. ദെൻ ഇനി ഔട്ടർ ഓർബിറ്റിൽ നിന്ന് പുറത്തെ ഓർബിറ്റിൽ നിന്ന് ഉള്ളിലത്തെ ഓർബിറ്റിലേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. എനർജി ഈസ് എമിറ്റഡ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻ നമ്മൾ ഓർമ്മിക്കണം. വാട്ട് ആർ ദി ബേസിക് പ്രോസസ്സസ് ഓഫ് ബോർ ആറ്റം മോഡൽ ഒന്നുകൂടി പറയുന്നത് ശ്രദ്ധിച്ചിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നോക്കാം. യെസ്, ഇപ്പോൾ ഇത് K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല് ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, പിന്നെ ഫസ്റ്റ് പോസിറ്റീവ്സ് എന്ന് പറയും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഒരു 6 പോസിറ്റീവ്സ് ഓർമ്മിക്കാം. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ്സ് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് നോക്കാം. ബോർ പറയുന്നത് എല്ലാ ആറ്റത്തിനും ഒരു സെൻറ്റർ ഉണ്ട്.
എല്ലാ ആറ്റത്തിനും ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ആണ് ആറ്റത്തിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെന്താ, ആറ്റത്തിൻ്റെ എല്ലാ മാസുകളും എവിടെയുള്ളത്? മാസ് തീരുമാനിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ് എന്നാണ് ഇത് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് ഞങ്ങൾക്ക് പോകാം. രണ്ടാമത്തെ പോയിൻ്റ് എന്താ? ഇലക്ട്രോണ് ന്യൂക്ലിയസ് ചുറ്റും പ്രത്യേക പാതയിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക പാതയിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഇത്, ന്യൂക്ലിയസ് ഇത് അല്ലേ, ന്യൂക്ലിയസ് ചുറ്റും പ്രത്യേക പാതയിലാണ് മൂവ് ചെയ്യുന്നത്. മൂന്നാമത്തെ, അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺ ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ, ഒരു റൊട്ടേഷൻ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന് തുല്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ആ പാത്ത് മാറാതെ മൂവ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? ബോർ പറയുന്നത് അല്ലേ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε² ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. രണ്ട് ചാർജുകൾ തമ്മിൽ ആകർഷിച്ചാൽ ആ ആകർഷത്തെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇനി അത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പറയേണ്ടതാണ് എന്താണ് ഇനി മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്നൊട്ടേക്കുള്ള സർക്കുലർ ഷേപ്പിൽ മൂവ് ചെയ്താൽ ആ ഇവിടുന്നൊട്ടേക്കുള്ള ആകെ മോഷന് പറയുന്നവരാണ് ആംഗുലർ മൊമെൻറ്റം. ആ ആംഗുലർ മൊമെൻറ്റം ഉണ്ടെങ്കിൽ ആ സർക്കുലർ ഷേപ്പിൽ ഇവിടുന്നൊട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് തുല്യമായിട്ട് NH/2π ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള എനർജി അവിടെ കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. നാലാമത്തെ പോയിന്റ്, 4 പോയിന്റ് പറഞ്ഞ്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ്, സെക്കൻഡ് പോയിന്റ് പറഞ്ഞ്, തേർഡ് പറഞ്ഞ്, ഫോർത്ത് പോയിന്റ് പറഞ്ഞ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് പറയണം. എന്താണ്? റേഡിയേഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ് when electron jumps from one orbit to another orbit. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി റേഡിയേഷൻ നടക്കുകയാണ്. ഇനി ആറാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ എനർജി ഈസ് അബ്സോർബ്ഡ് when electron jumps from inner orbit to outer orbit. ഇന്നറിന് ഔട്ടറിലേക്ക് പോകുമ്പോൾ എനർജി അബ്സോർവ് ചെയ്യുന്നു അല്ലേ. അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എനർജി സ്വീകരിക്കും. ഇനി പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഒന്നുകൂടെ പഠിക്കാം. വൺസ് അഗൈൻ, വാട്ട് ആർ ദി ബേസിക് പ്രോസസ് ഓഫ് ബോർ ആറ്റം മോഡൽ? ഫസ്റ്റ് വൺ, എവറി ആറ്റം കൺസിസ്റ്റ് ന്യൂക്ലിയസ്. Center core of the atom is called a nucleus, in which entire mass and the positive charge of the atom are concentrated. In second point, electron can revolve around the nucleus in a particular orbit. And third point, centripetal force for one rotation is provided by the electrostatic force between electron and proton. Then next, in fourth point, then an angular momentum of electron is an integral multiple of NH/2π. Okay, next one, last one, when electron jumps from, then fifth one, then radiation of energy takes place when electron jumps from higher orbit to lower orbit, or one orbit to another orbit. Radiation of energy takes place when electron jumps from one orbit to another orbit. Okay, next sixth point, energy is absorbed when electron jumps from inner orbit to outer orbit. Energy is emitted when electron jumps from an outer orbit to inner orbit. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇക്വേഷനിലും എന്താണെന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് ഇക്വേഷൻ കാണാതെ ഒന്ന് പഠിക്കണം അല്ലേ. mv²/r² 1/4πε² another, and the mvr is equal to NH/2π അല്ലേ. The angular momentum is an integral multiple of NH/2π. ഈ രണ്ട് ഇക്വേഷനാണ് ബോർ ആറ്റം മോഡൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് സെക്ഷനിലാണ് നമ്മൾ കിടക്കുന്നത്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം അല്ലേ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം, അതാണ്
നമുക്ക് ഇതിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഡെറൈവ് വെരി ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. യെസ്, energy expression for energy of electron, express for energy of electron, energy of electron in an hydrogen atom, അല്ലേ, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എനർജി കാണാനാണ് പറയുന്നത്. നോക്കാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്നത്. ഡെറൈവ് എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഹൈഡ്രജൻ ആറ്റം. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പറയുമ്പോൾ കൺസിഡർ എന്താ ആറ്റം, ഹൈഡ്രജൻ ആറ്റം consists nucleus contains a proton, then electron reverse, this charge electron charge E, proton charge E, this is electron reverse around the nucleus in a particular orbit. Electron particular orbital കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്, അങ്ങനെ മൂവ് ചെയ്യില്ലേ. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊരു ചാർജ് ഉണ്ട്, ഇതിന് ചാർജ് ഉണ്ട്. ഈ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ 2 ചാർജുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്താൽ ആ അട്രാക്ഷൻ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇതാണ് electrostatic force. F is equal to 1/4 epsilon 0 E square by R square. This is number 1. Okay. Then next, അങ്ങനെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഇലക്ട്രോൺ എപ്പോഴും ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലേക്ക് ഫോഴ്സ് വയ്ക്കും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനെ നോക്കി സഞ്ചരിക്കും. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത മാറില്ല. അപ്പോൾ എന്തുണ്ട്, ഫോഴ്സ് അട്രാക്ട് ടുവേഴ്സ് ദി സെൻറ്റർ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലേ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. F is equal to mv square by r. This is number 2. This shows that centripetal force is equal to electrostatic force. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്താൻ ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി സെൻട്രിപെറ്റൽ ഫോഴ്സിന് തുല്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വേണം. അതാണ് നമ്മുടെ ഇതിൽ കൂടി പഠിക്കുന്നത്. അപ്പോൾ എഫ് എസ് എന്ത് വരും, mv square by r is equal to 1/4 epsilon 0 E square by R square. ഇത് ഇക്വേഷൻ പഠിക്കണ്ടോ. അപ്പോൾ ഇത് ഓർമ്മിക്കുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, പ്രോട്ടോണിന് ചാർജ് ഉണ്ട്. ഈ ചാർജ് തമ്മിൽ ആകർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. Force of attraction between 2 charges is called electrostatic force. Electrostatic force F is equal to 1/4 epsilon 0 E square by R square. ഇനി ഈ ചാർജ് ഇലക്ട്രോൺ സെൻട്രൽ എന്താ ന്യൂക്ലിയസ് സെൻട്രലിലേക്ക് ഫോഴ്സ് വയ്ക്കും. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. F is equal to mv square by r. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ പാത്ത് മാറാതെ ഈ ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ ഇക്വേഷൻ രണ്ടൊന്ന് ഓർമ്മിച്ചാൽ mv square by r is equal to 1/4 epsilon 0 E square by R square. ഇതങ്ങ് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ്, ഈ ഇലക്ട്രോണ് ഇങ്ങനെ കറങ്ങുമ്പോൾ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. അവിടെ നിന്ന് ആകെ സർക്കിൾ ഷേപ്പിൽ ആകെയില്ല മോഷൻ ഉണ്ടാവും. ആ മോഷൻ പറയുന്നത് mvr ആണ്. mvr is equal to nh by
2π. ഇതാണ് അല്ലേ. ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് nh/2π എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇവിടുന്നത്തേക്ക് ചലിക്കുമ്പോൾ എന്തുണ്ട്, സർക്കുലർ ഷേപ്പിൽ ടോട്ടൽ മോഷൻ ഉണ്ടാവും. ഇവിടുന്ന് ആ സർക്കുലർ ഷേപ്പുള്ള ഇവിടുന്നത്തേക്ക് സർക്കുലർ ഷേപ്പിലുള്ള ടോട്ടൽ മോഷനാണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം MVR ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് nh/2π എന്നാണ്. അപ്പോൾ ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ മൂവ് ചെയ്യണമെങ്കിൽ ഇതിന് എന്ത് വേണം, ബാക്കായിട്ട് എനർജി വേണം. അതാണ് nh/2π. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ മാത്രം ഓർമ്മിച്ച വഴി എന്താണ്, ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആദ്യം പറയാം ഡെറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലെ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി കാണാൻ പറഞ്ഞാൽ ആദ്യം ഡയഗ്രം കുറച്ചിട്ട് പറയാം. കൺസിഡർ എൻ ഹൈഡ്രജൻ ആറ്റം, ഇറ്റ് കൺസിസ്റ്റ് ന്യൂക്ലിയസ് കൺസിസ്റ്റ് positive charge and the electron revolves around the nucleus. Charge of electron is E, charge of proton is E, mass of proton and electron m. Okay, എന്നിട്ട് പറയാം the centripetal force is equal to electrostatic force. Then angular momentum is equal to nh/2π. nh/2π. ഈ കാര്യം പഠിച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ പഠിക്കുന്നുണ്ടോ. മെയിനായിട്ട് ആദ്യം നമുക്ക് എനർജി ഓഫ് ഇലക്ട്രോൺ കാണുമ്പോൾ ആദ്യം കണ്ട് റേഡിയസ് വേണം. റേഡിയസ് ഓഫ് ഓർബിറ്റ് അല്ലേ, ഓർബിറ്റ്. ഈ ഓർബിറ്റ് റേഡിയസ് ആണോ, റേഡിയസ് കാണുമ്പോൾ ആദ്യം ഇക്വേഷൻ ഓർമ്മിക്കുക. എന്താ രണ്ട് ഇക്വേഷൻ, mv²/r is equal to 1/4πε0 E²/r². ഇക്വേഷൻ ഓർമ്മിക്കുക. പിന്നെ അനദർ ഇക്വേഷൻ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു nh/2π എന്ന് ഓർമ്മിക്കുക. ഓക്കെ, യെസ്, ഇത് ഓർമ്മിക്കുക. ഇനി ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം അല്ലേ. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഈക്വേഷനിൽ ആറും പോയി ആറും പോവും അല്ലേ. ആ ആറും പോയാൽ എങ്ങനെ വരും, ദിസ് ഇക്വേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 എന്ന് കൊടുക്കാം അല്ലേ. ഇക്വേഷൻ നമ്പർ കൊടുക്കാനില്ല. ഇനി ഈ ഇക്വേഷൻ വരുമ്പോൾ mv² ഈസ് ഈക്വൽ ടു 1/4πε0 E²/r എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഇവിടെ mv² അല്ലേ, ഇതിൽ നമ്മൾ എന്ത് കാണണം, ഇതിൽ നിന്ന് v കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് v കാണാം. ഇതിൽ നിന്ന് v കണ്ടിട്ട് എവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കാൻ ഒന്നും ശ്രദ്ധിച്ചോ, ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം എന്ത് കൊടുക്കണം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 E²/r². ഇതിന് ആറും ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് വരും, mv² is equal to 1/4πε0 E²/r എന്ന് വരും. ദിസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് MVR is ഇക്വേഷൻ പഠിച്ചത് MVR is equal to nh/2π. ഇതിൽ നിന്ന് v കാണാം. അപ്പോൾ v is equal to nh/2π എന്ത് വരും, m into r, mr. ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 2 എടുത്തിട്ട് ഇവിടെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ m ഇൻറ്റു വീൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ വരും. ഈ വാല്യൂ nh/2πmr ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? ഇനി അല്ലേ mv² ഇതല്ലേ mv², 1/4πε0 E²/r എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് m ഇൻറ്റു n സ്ക്വയർ പിന്നെ h² ഡിവൈഡ് ബൈ 2π² എന്ന് പറഞ്ഞാൽ 4π², പിന്നെ m² എന്ന് പറഞ്ഞാൽ m², then r² is equal to 1/4πε0 E²/r. ഈ ആറും ക്യാൻസൽ ആവില്ലേ. നെക്സ്റ്റ് പൈ ക്യാൻസൽ, 4 ക്യാൻസൽ. ഓക്കെ,
നെക്സ്റ്റ് റിമൈനിങ് നോക്കാം. എം ഇതിലൊന്ന് പോകും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് n² h². ഇനി ഇവിടെ എന്ത് ബാക്കിയുണ്ടാവും? പൈ എം ആർ ഈസ് പൈ ഇൻറ്റു എം ഇൻറ്റു ആർ ഈസിക്കൽ ടു E²/0. E²/0. ഓക്കെ. ഇനി നമുക്ക് ആറാണ് കാണേണ്ടത്. 6 കാണുമ്പോൾ n² h². ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം എന്താ നോക്കാം? യെസ്. അങ്ങനെയാകുമ്പോൾ എന്ത് വരും? E² പൈ എം ആർ E²/mr ഈസിക്കൽ ടു n² h² ∈0. n² h² ∈0 ഈസിക്കൽ ടു r ഈസിക്കൽ ടു n² h² ∈0 ഡിവൈഡ് ബൈ എന്തോരും? പൈ എം E². പൈ എം E². ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ് ആണ്. ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? R1 കൊടുക്കുക. R1 ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ R⁻ സ്ഥാനത്ത് R1 കൊടുക്കും. ഈ n എത്രയാവും? 1² ആവും. h² ∈0 ബൈ പൈ എം E². ഇതാണ് ഫസ്റ്റ് ഓർബിറ്റ്. ഇനി സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ എന്നിൻ്റെ അടുത്ത് 2 കൊടുക്കും 4 ആവും. ഇങ്ങനെ വരും. ഓക്കെ. യെസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. This equation gives radius of electron in the nth orbit of an atom. ആറ്റത്തിൻ്റെ nth ഓർബിറ്റിലെ റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഓർമ്മിക്കുക. ഇനി റേഡിയസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. യെസ്. ഇനി നമ്മൾ ഇത് ചെയ്യണം. R ഈസിക്കൽ ടു അല്ലേ? ഫസ്റ്റ് ഓർബിറ്റ് Rn ഈസിക്കൽ ടു എന്താ പറയുക? n² h² ∈0 പൈ എം E² എന്നോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് ഓർബിറ്റ്. ഇത് ഫസ്റ്റ് ഓർബിറ്റ് ആറ്റം വരയ്ക്കും. ഇതാ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഇങ്ങനെ പോകും അല്ലേ? ഇത് ഫസ്റ്റ് ഓർബിറ്റ്, ഇത് സെക്കൻഡ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ R1 ഈസിക്കൽ ടു എന്നിന് n² ഇൻറ്റു h² ഡിവൈഡ് ബൈ ∈0 ഡിവൈഡ് ബൈ പൈ എം E² എന്ന് വരും. നെക്സ്റ്റ് R ഈസിക്കൽ ടു എന്ത് വരും? h² ∈0 ബൈ പൈ എം E². ഓക്കെ. ഇനി ഇതിൻ്റെ വാല്യൂ കാണുമ്പോൾ എന്താണ്? h എന്ന് പറഞ്ഞാൽ പ്ലാൻസ് 6.6 ഇൻറ്റു 10⁻34 ഓൾ സ്ക്വയർ അല്ലേ? ∈0 എന്ന് പറഞ്ഞാൽ 8.85 ഇൻറ്റു 10⁻12 ഡിവൈഡ് ബൈ പൈ എന്ന് പറഞ്ഞാൽ 3.14. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ അറിയില്ലേ? 9.1 ഇൻറ്റു 10⁻31 മനസ്സിലാക്കി പഠിക്കണം. ഈ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻19 കൊളം. ഇതാണ് ഇത്. കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.529 ഇൻറ്റു 10⁻10 മീറ്റർ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.529 ഇൻറ്റു 10⁻10 എന്ന് ആങ്സ്ട്രോം മീറ്റർ അല്ലേ? ഇതാണ് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് അല്ലേ? ലോവസ്റ്റ് ഓർബിറ്റ് ഓഫ് ദി റേഡിയസ് ഈസ് കോൾഡ് എന്താണ്? ലോവസ്റ്റ് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ഈസ് കോൾഡ് ബോർ റേഡിയസ്. ഇതിന് പറയുന്നത് ബോർ റേഡിയസ്. ലോവസ്റ്റ് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ഈസ് കോൾഡ് ബോർ റേഡിയസ്. അപ്പോൾ എന്താണ് റേഡിയസിന്? എന്താ റേഡിയസ് ഓഫ് ദി എന്താണ് ഓർബിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്ക് ഇത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ റേഡിയസ് ആയി. ഇനി നമുക്ക് കണ്ട് വെലോസിറ്റി കാണണം. ഓക്കെ. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ അല്ലേ? ഈ ആറ്റത്തിൽ ഏതാ മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ അല്ലേ? ഡെറൈവൻ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഇലക്ട്രോണിനെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു. അപ്പോൾ വെലോസിറ്റി കാണുമ്പോൾ ശ്രദ്ധിക്കാം. വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ കാണുമ്പോൾ നമ്മളിവിടെ രണ്ട് ഇക്വേഷൻ തന്നെ ഓർമ്മിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? mv² ബൈ
R is equal to 1 by 4 pi epsilon 0 E square by R square. This is the centripetal force is equal to electrostatic force. Then MVR is equal to NH by 2 pi. ഇതാണ് ഇതിൽ ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് NH by 2 pi. ഇത് ഓർമ്മിക്കുക. ഇതിൽ നമ്മൾ V കാണാം. അപ്പോൾ V is equal to NH by 2 pi MR അല്ലേ. V ഇവിടെ വെക്കുമ്പോൾ MR വരും അല്ലേ. ദിസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇത് നമുക്ക് റേഡിയസിനകത്ത് കണ്ടിട്ടുണ്ട്. റേഡിയസ് കാണുമ്പോൾ R is equal to എന്താ N സ്ക്വയർ പിന്നെ H സ്ക്വയർ ആബ്സോൺ 0 പിന്നെ പൈ ME സ്ക്വയർ ഇങ്ങനെ വരും അല്ലേ. ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 2 എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ V is equal to NH by 2 pi M ആറിൻ്റെ സ്ഥാനത്ത് N സ്ക്വയർ H സ്ക്വയർ ആബ്സോൺ 0 പൈ ME സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, റേഡിയസിൻ്റെ സ്ഥാനത്ത് ഈ വില കൊടുത്ത് അപ്പോൾ ഇങ്ങനെ വിടും. നെക്സ്റ്റ് V is equal to NH by 2 pi M N സ്ക്വയർ H സ്ക്വയർ ആബ്സോൺ 0 പൈ ME സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ പയ്യും പോയി എമ്മും പോയി എന്നും പോയി. ഓക്കെ, പിന്നെ ഇവിടെ നോക്കേണ്ടത് എച്ചും പോയി. അപ്പോൾ ഈ സ്ക്വയർ മുകളിൽ വരും അല്ലേ. V is equal to E സ്ക്വയർ ബൈ ഇവിടെ നോക്കിയത് 2 അല്ലേ. 2 പിന്നെ ആബ്സോൺ 0 NH അല്ലേ. 2 ആബ്സോൺ 0 NH 2 ആബ്സോൺ 0 NH അല്ലേ. അപ്പോൾ ദിസ് ഇക്വേഷൻ ഗിവ്സ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇനി ഇത് വാല്യൂ കാണാം. ഇതിൻ്റെ വാല്യൂ കാണാം. എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാണാൻ നോക്കാം. ഓക്കെ, വാല്യൂ അപ്പോൾ V is equal to E square divided by 2 epsilon 0 NH. അപ്പോൾ E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ 1.6 into 10⁻⁻19 all square divided by 2 into epsilon 0 എന്ന് പറഞ്ഞാൽ 8.85 into 10⁻12 into N H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് ഫോഴ്സ് 6.6 into 10⁻34. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണ്? N is equal to 1 കൊടുക്കുക. N is 1 അങ്ങനെ കൊടുത്താൽ 2.2 into 10⁻6 meter per second. ഇതാണ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ N is 1 കൊടുത്തപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇതാണ് വാല്യൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലാക്കാം. ഇനി നമുക്ക് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ് പഠിക്കണം. എന്താ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ് അല്ലേ. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാളും. എന്താണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ്? ആൽഫ, റെപ്രസെൻറ്റേഷൻ ആൽഫ is equal to V by C ആണ്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി orbit. C is the velocity of light. The ratio of velocity of electron in the orbit to the velocity of light അല്ലേ. ലൈറ്റ് എത്രമാത്രം വെലോസിറ്റി ഉണ്ടോ അതേ വെലോസിറ്റി എന്താ ഇലക്ട്രോൺ ഉണ്ടാവും എന്നാണ്. അതാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ്. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റ് ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 1/137 കിട്ടും. ഇതാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റാൻറ്റിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത് കാണുന്നത് എന്താണ്? എനർജി കാണണം. വെലോസിറ്റി കണ്ടു, റേഡിയസ് കണ്ടു, പിന്നെ എന്തിനാ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം കാണും. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം കാണണം. എനർജി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കോൾഡ് ടോട്ടൽ എനർജി ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകെ തുകയാണെന്ത് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി കാണണം.
K is equal to half mv square. ഇതാണ് കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് mv²/r is equal to എന്താണ് 1/4 ആബ്സോൺ 0 അല്ലേ. 1/4 ആബ്സോൺ 0 e²/r². ഈ ആറും പോയാൽ mv² കിട്ടി അല്ലേ. അപ്പോൾ mv² is equal to 1/4 ആബ്സോൺ 0 e²/r. ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 അല്ലേ. 2 എടുത്ത് ഈ 1ൻ്റെ ഈ സ്ഥാനത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നത് K is equal to half mv² എന്ന് കൊടുക്കുക 1/4 ആബ്സോൺ 0 e²/r. ഇതാണ് കൈനറ്റിക് എനർജി. ദിസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി കാണണം. കൈനറ്റിക് എനർജി, ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജാണ്. ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ്, പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് അല്ലേ. നമ്മൾ V is equal to W/Q പഠിച്ചില്ലേ. അപ്പോൾ W is equal എന്താണ് V ഇൻറ്റു Q. വിന് വരെ V Q എന്ന് പറഞ്ഞ ചാർജ് ഇലക്ട്രോൺ ചാർജ് -E അല്ലേ. അപ്പോൾ P is equal പൊട്ടൻഷ്യൽ എനർജി is equal to V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് പഠിച്ച് നമുക്ക് കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്ററിൽ 1/4 ആബ്സോൺ 0 Q/r. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ കാണുമ്പോൾ 1/4 ആബ്സോൺ 0 Q/r സമയം E/r ഇൻറ്റു -E ആണ്. ദെൻ PE is equal to -1/4 ആബ്സോൺ 0 E ഇൻറ്റു E²/r. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ദിസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയാൽ ഞങ്ങൾക്ക് ടോട്ടൽ എനർജി ആണ്. ടോട്ടൽ എനർജിയാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ദിസ് ഇക്വേഷൻ നമ്പർ 5. സബ്സ്റ്റിറ്റ്യൂട്ട് 3 and 4 in 5. 3 and 4 in 5. 3ഉം 4ഉം 5ൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ TE is equal to K എന്നെടുക്കാം. എന്ത് വരും 1/2 ഇൻറ്റു 1/4 ആബ്സോൺ 0 e²/r പ്ലസ് PE എന്നെടുക്കാം -1/4 ആബ്സോൺ 0 e²/r. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ എനർജി ഓർ എനർജി TE is equal to 2 ഇൻറ്റു 1/2 ഇൻറ്റു 1/4 ആബ്സോൺ 0 e²/r. പ്ലസ് മൈനസ് എന്താവും മൈനസ് 1/4 ആബ്സോൺ 0 e²/r അല്ലേ. ഇതാണ് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് അല്ലേ. ഹാഫ് എക്സ് മൈനസ് എക്സ് എത്രയാണ് -12x അല്ലേ. ഹാഫ് എക്സ് മൈനസ് എക്സ് -12x അല്ലേ. അതുപോലെ ഹാഫ് ഇൻറ്റു 1/4 ആബ്സോൺ 0 e²/r മൈനസ് 1/4 ആബ്സോൺ 0 e²/r അല്ലേ. ഇത് ഒന്ന് ഇതര, അരയെന്ന് ഒന്ന് കുറച്ചാൽ -1 അല്ലേ. അപ്പോൾ -1 വരും. അപ്പോൾ -1 വരും. -1/2 1/4 ആബ്സോൺ 0 e²/r. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആയിട്ടില്ല അല്ലേ. ഓക്കെ, ഇവരെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കണം, ഒരു അല്ലേ 7 കൊടുത്തു, 7 എത്ര 8 കൊടുക്കും. ഓക്കെ, ഇത് കൊടുത്ത ശേഷം ഇവിടെ 6 കണ്ട 6 റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റ് അല്ലേ. റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ആണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ n² h² ആബ്സോൺ 0 πme² അല്ലേ. ഈ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് 8 in 7. സബ്സ്റ്റിറ്റ്യൂട്ട് 8 in 7. 8 എടുത്ത് 7ൽ കൊടുക്കാം. ഓക്കെ, 8 എടുത്ത് 7ൽ കൊടുക്കാം. 8 എടുത്ത് 7ൽ കൊടുക്കാം.
അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ടി ഈസ് ഈക്വൽ ടു എന്താ -1/2 1/4π∁0 ഇ സ്ക്വയർ ബൈ ആറ്, ആറിൻ്റെ സ്ഥാനത്ത് ഈ വരെ വരും. n സ്ക്വയർ h സ്ക്വയർ ∁0 π m⁻²2 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ പയ്യും പോയി പോലെ. നെക്സ്റ്റ് ഈ m⁻4 മുകളിലേക്ക് വരും. നോക്കാം എസ് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി ടി ഇ ടോട്ടൽ എനർജി എന്ത് വരും? അപ്പോൾ ഇത് മുകളിലേക്ക് വരുമ്പോൾ എന്താ മൈനസ് എന്ത് വരും? 1/2 ഇൻറ്റു m⁻2 ഇൻറ്റു ഇ സ്ക്വയർ. എമ്മിൻ്റെ ഇ സ്ക്വയർ ഇവിടെ വന്ന് ഇ സ്ക്വയർ ഇവിടെ വന്ന് അല്ലേ. ഡിവൈഡ് ബൈ ഇവിടെ വെക്കുന്നത് 4 ∁0 സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ എന്നത് തന്നെ. ഇപ്പോൾ ടോട്ടൽ എനർജി കാണുമ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇനി എം ഇ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ m⁻4 2 ഇൻറ്റു 4 8 അപ്പോൾ മൈനസ് m⁻4 8 ∁0 സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ. ദിസ് ഇക്വേഷൻ ഗിവ്സ് energy of electron in the hydrogen atom. Energy of electron in the nth orbital of the hydrogen atom. nth orbital അല്ലേ. ദിസ് ഇക്വേഷൻ ഗിവ്സ്. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ നമുക്ക് നോക്കാം. എനർജി ടോട്ടൽ എനർജി പറഞ്ഞാൽ ഇ ഈക്വൽ ടു -m⁻4 അല്ലേ. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാൻ വാല്യൂ. അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം, എനർജിയുടെ റെപ്രസെൻറ്റേഷൻ ഇ ആണ്. ടി എന്നുള്ള ഈ ഏരിയയിൽ -m⁻4 8 ∁0 സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ. ദിസ് ഇക്വേഷൻ ഗിവ്സ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ഇൻ ദി nth ഓർബിറ്റ്. ഓക്കെ, ഇനി എനർജി ഓഫ് എനിക്ക് ഇത് വാല്യൂ കാണും. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ഇൻ ദി nth ഓർബിറ്റ് അല്ലേ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് എന്ത് കൊടുക്കുക? E1 ഈസ് ഈക്വൽ ടു m മൈനസ് m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻31 വരും. E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻19 all⁴ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു ∁0 എന്ന് പറയുമ്പോൾ 8.85 ഇൻറ്റു 10⁻12 ഓൾ സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഇൻറ്റു h എന്ന് പറഞ്ഞാൽ പ്ലസ് കോൺസ്റ്റാൻറ്റ് 6.6 ഇൻറ്റു 10⁻34 ഓൾ സ്ക്വയർ വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈസ്ക്വൽ ടു n സ്ക്വയർ ആണെങ്കിൽ അല്ലേ. ഇപ്പം n സ്ക്വയർ എന്നിന് വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന വാല്യൂ നോക്കാം അല്ലേ. n സ്ക്വയർ എന്നാ അപ്പം കിട്ടുന്ന വാല്യൂ -13.6 electron volt by n square. This is the energy of this equation. This gives a value of energy of electron in the nth orbit. ഇനി ഫസ്റ്റ് ഓർബിറ്റിൻ്റെ വാല്യൂ കാണുമ്പോൾ എന്ത് കൊടുക്കാം അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ n = 1 എന്ന് കൊടുക്കാം അല്ലേ. ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 1 ഇത് ന്യൂക്ലിയസ്, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഫോർത്ത് ഓർബിറ്റ്, ഫിഫ്ത്ത് ഓർബിറ്റ്, സിക്സ്ത് ഓർബിറ്റ് ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ n = 1. അപ്പോൾ സെവൻത്ത് ഓർബിറ്റ് ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് n = 1 ആണെങ്കിൽ ഈ ഇവിടുത്തെ വാല്യൂ കാണുമ്പോൾ എന്ത് വരും? E1 = n = 1 കൊടുക്കുക -13.6 electron volt divided by 1 square, that is -13.6 electron volt. ഇതാണ് ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി ഓഫ് ഇലക്ട്രോണിൻ്റെ വാല്യൂ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ഓർബിറ്റ് അല്ലേ. ഇതേപോലെ സെക്കൻഡ് ഓർബിറ്റ് ആണ്, പിന്നെ തേർഡ് ഓർബിറ്റ് ആണ്, പിന്നെ ഫോർത്ത് ഓർബിറ്റ്, ഇതെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി സെക്കൻഡ് ഓർബിറ്റ് കാണുമ്പോൾ n = 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ നമ്മൾ ഇക്വേഷൻ എന്താ? n = -m⁻4 8 ∁0 സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ ആണ് അല്ലേ.
അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ദി എന്ത് ഓർബിറ്റ്, അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 നോക്കാം. അപ്പോൾ E2 = മൈനസ് അല്ലേ, നമുക്കറിയാം ഇതിന് വരെയുള്ള വാല്യൂ എത്രയാണ്, -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ എന്താണ് n² ആണ്. സെക്കൻഡ് ഓർബിറ്റ് ഇത് എഴുതി ഇക്വേഷൻ എഴുതി. ഇത് സെക്കൻഡ് ഓർബിറ്റാണ് n = 2 എന്നത്. അപ്പോൾ E2 -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ 2² ദറ്റ് ഈസ് എന്ത് വരും, -3.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ E2ൻ്റെ വാല്യൂ കിട്ടും, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി സെക്കൻഡ് ഓർബിറ്റ് -3.5 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അടുത്ത് E3 കാണുമ്പോൾ n=3 കാണുമ്പോൾ തേർഡ് എനർജി ഓഫ് ഇലക്ട്രോൺ ദി തേർഡ് ഓർബിറ്റ് കാണുമ്പോൾ n-ൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. അപ്പോൾ E3 = -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ n 3 അപ്പോൾ 3². അപ്പോൾ അത് -13.6 ഡിവൈഡ് ബൈ 9 ദറ്റ് ഈസ് എത്ര വരുന്ന പറഞ്ഞാൽ എന്താ, 1.5 ഇലക്ട്രോൺ വോൾട്ട് ദറ്റ് ഈസ് E3 എന്നാണ്. 1.5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് കാണുമ്പോൾ E4 എന്ത് വരും, -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ n² സ്ഥാനത്ത് എന്ത് വരും, 4² വരും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും എന്ത് വരിക, -0.85 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫോർത്ത് ഓർബിറ്റ്, -0.85 ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ ഫിഫ്ത്ത് ഓർബിറ്റ് ആണെങ്കിൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ എന്താണ്, n സ്ഥാനത്ത് 5 വരും. അപ്പോൾ 5². അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്, -0.51 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫിഫ്ത്ത് ഓർബിറ്റ് 5 = -0.51 ഇലക്ട്രോൺ വോൾട്ട്. ദെൻ എനർജി ഓഫ് ഇലക്ട്രോൺ ദി സിക്സ്ത് ഓർബിറ്റ് ആകുമ്പോൾ E6 = -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ 6² ദറ്റ് ഈസ് എന്ത് വരും, 37 ഇലക്ട്രോൺ വോൾട്ട്. ദെൻ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി വാല്യൂ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി സിക്സ്ത് ഓർബിറ്റ് E6 = -0.37 ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ ദി സെവൻത് ഓർബിറ്റ് E7 = -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ 7² ദറ്റ് ഈസ് -0.28 ഇലക്ട്രോൺ വോൾട്ട്. Then value of energy of electron the seventh orbit -0.28 electron volt. This is the energy of electron in the hydrogen atom. Any energy level. In the energy level, what is energy level? Energy level എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എനർജി വാല്യൂ ഓഫ് energy of electron in the different orbit of atom is called a energy level. Then energy level diagram എന്ന് പറയുമ്പോൾ എന്താ, a diagram which represents the value of energy of electron the different orbit of the electron. ഇലക്ട്രോണിൻ്റെ ആറ്റത്തിൻ്റെ ഡിഫറെൻ്റ് ഓർബിറ്റിൽ ഓരോ എനർജിക്കും എന്തുണ്ട്, വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂന്ന് പറയുന്നതാണ് എനർജി ലെവൽ. ആ ഡയഗ്രത്തിന് പറയുന്ന എനർജി ലെവൽ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് എനർജി ലെവൽ ഡയഗ്രം. ഓക്കെ, ഇത് വെച്ചിട്ട് എനർജി ലെവൽ ഡയഗ്രം വരക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ആവശ്യമില്ല, അത് വേണ്ട. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ.